ഫിസിക്സിൻ്റെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപജ്ഞാതാവാണ് ഐൻസ്റ്റീൻ. E=mc² എന്ന ലോക പ്രശസ്ത സമവാക്യവും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനുള്ള വിശദീകരണത്തിന് 1921 നോബൽ സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചു. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐൻസ്റ്റീൻ. E=mc² എന്ന ലോക പ്രശസ്ത സമവാക്യവും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനുള്ള വിശദീകരണത്തിന് 1921 നോബൽ സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചു. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐൻസ്റ്റീൻ. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐൻസ്റ്റീൻ. E=mc² എന്ന ലോക പ്രശസ്ത സമവാക്യവും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനുള്ള വിശദീകരണത്തിന് 1921 നോബൽ സമ്മാനം ലഭിച്ചു. E=mc² എന്ന ലോക പ്രശസ്ത സമവാക്യവും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനുള്ള വിശദീകരണത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. 1905 വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തവും സ്പെഷ്യൽ റിലേറ്റിവിറ്റി, 1915 പൊതു ആപേക്ഷികതാ സിദ്ധാന്തവും അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം, 1915 പൊതു ആപേക്ഷിക സിദ്ധാന്തം. 1905 വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തവും 1915 പൊതു ആപേക്ഷികതാ സിദ്ധാന്തവും. 1905 വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം സ്പെഷ്യൽ റിലേറ്റിവിറ്റി, 1915 പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ജനറൽ റിലേറ്റിവിറ്റി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. 1905 വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തവും 1915 പൊതു ആപേക്ഷികതാ സിദ്ധാന്തവും അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. 1905 ഐൻസ്റ്റീൻ്റെ അത്ഭുത വർഷം ആനസ് മിറബിലിസ് എന്ന് വിളിക്കുന്നു. 1905 ഐൻസ്റ്റീൻ്റെ അത്ഭുത വർഷം ആനസ് മിറബിലിസ് എന്ന് വിളിക്കുന്നു. ഈ വർഷമാണ് അദ്ദേഹം വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം ഉൾപ്പെടെ 4 വിപ്ലവകരമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. 1905 ഐൻസ്റ്റീൻ്റെ അത്ഭുത വർഷം എന്ന് വിളിക്കുന്നു. 1905 ഐൻസ്റ്റീൻ്റെ അത്ഭുത വർഷം എന്ന് വിളിക്കുന്നു. ഐൻസ്റ്റീനോടുള്ള ആദരസൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികം ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ഏത്? ഐൻസ്റ്റീനോടുള്ള ആദരസൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികം ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ഏത്? ഐൻസ്റ്റീനോടുള്ള ആദരസൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികം ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ഏത്? ശരിയായ ഉത്തരം 2005. ഐൻസ്റ്റീനോടുള്ള ആദരസൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികം ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ച വർഷമാണ് 2005. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ശരിയായ ഉത്തരം ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യുടെ ഉപജ്ഞാതാവ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ഊർജ്ജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്നതാണ് നിയമം. ജർമ്മൻ ശാസ്ത്രജ്ഞനായ മേയറാണ് ആദ്യം ആശയം മുന്നോട്ട് വെച്ചത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജൂൾ പരീക്ഷണത്തിലൂടെ അത് തെളിയിച്ചു. ജർമ്മൻ ശാസ്ത്രജ്ഞനായ മേയറാണ് ആദ്യം ആശയം മുന്നോട്ട് വെച്ചത്. ഊർജ്ജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞത് ജർമ്മൻ ശാസ്ത്രജ്ഞനായ മേയറാണ് ആദ്യം ആശയം മുന്നോട്ട് വെച്ചത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജൂൾ പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വ്യക്തമായ വിശദീകരണം നൽകിയതിന് 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിനാണ്. 1921 ആർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ശരിയായ ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണെന്ന് ഓർമ്മിക്കുക.
ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ചത്. പ്രകാശം ചെറിയ ഊർജ്ജ പാക്കറ്റുകളായ ഫോട്ടോണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ചത്. 1921 ഓർമ്മിക്കുക. 1921 ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ചത്. പ്രകാശം ചെറിയ ഊർജ്ജ പാക്കറ്റുകളായ ഫോട്ടോണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രകാശം ചെറിയ ഊർജ്ജ പാക്കറ്റുകളായ ഫോട്ടോണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമണിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമണിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമണിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്നീ പ്രശസ്ത കൃതികളുടെ കർത്താവ് ആരാണ്? തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമണിസം, ഐഡിയാസ് ആൻഡ് ഓപ്ഷൻസ് ഇൻ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ്. ഓർമ്മിക്കണം. ശരിയായ ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമണിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമണിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് ഓർമ്മിക്കുക. ഇവ കൂടാതെ റിലേറ്റിവിറ്റി ഇത് സ്പെഷ്യൽ ആൻഡ് ദി ജനറൽ തിയറി എന്ന പുസ്തകവും ഐൻസ്റ്റീൻ്റെ പ്രധാന കൃതിയാണ്. ഇവ കൂടാതെ റിലേറ്റിവിറ്റി ഇത് സ്പെഷ്യൽ ആൻഡ് ദി ജനറൽ തിയറി എന്ന പുസ്തകവും ഐൻസ്റ്റീൻ്റെ പ്രധാന കൃതിയാണ്. ഇത് വേൾഡ് ആസ് ഐ സീ ഇറ്റ് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ ലേഖനങ്ങളുടെ സമാഹാരമാണ്. ഇത് വേൾഡ് ആസ് ഐ സീ ഇറ്റ് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ ലേഖനങ്ങളുടെ സമാഹാരമാണ്. ഇവ കൂടാതെ റിലേറ്റിവിറ്റി ഇത് സ്പെഷ്യൽ ആൻഡ് ജനറൽ തിയറി എന്ന പുസ്തകവും ഐൻസ്റ്റീൻ്റെ കൃതിയാണ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമണിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ്, റിലേറ്റിവിറ്റി ഇത് സ്പെഷ്യൽ ആൻഡ് ദി ജനറൽ തിയറി എന്ന പുസ്തകവും ഐൻസ്റ്റീൻ്റെ കൃതിയാണെന്ന് ഓർമ്മിക്കുക. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ആചരിക്കുന്നത്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ആചരിക്കുന്നത്? ശരിയായ ഉത്തരം ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം, നാഷണൽ എനർജി കൺസർവേഷൻ ഡേ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം, നാഷണൽ എനർജി കൺസർവേഷൻ ഡേ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഓർമ്മിക്കുക. ബി, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ബി, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തിൻ്റെ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ബി ആണെന്ന് ഓർമ്മിക്കുക. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, ബി, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം. ശരിയായ ഉത്തരം ബി, പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് മോട്ടോർ കറങ്ങുമ്പോൾ, ഇലക്ട്രിക് ഫാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ കറങ്ങുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് മോട്ടോർ കറങ്ങുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ കറങ്ങുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ കറങ്ങുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ബി, സൗരോർജ്ജം പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം അല്ലെങ്കിൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജ്ജം അല്ലെങ്കിൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജ്ജം അല്ലെങ്കിൽ പ്രകാശോർജ്ജം
വൈദ്യുതോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം അല്ലെങ്കിൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജ്ജം അല്ലെങ്കിൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൽ. ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൽ. ശരിയായ ഉത്തരം വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കുമ്പോൾ. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കുമ്പോൾ. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ബൾബ് പ്രകാശിക്കുമ്പോൾ. ഇലക്ട്രിക് ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. 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 രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. മെഴുകുതിരിയും ഗ്യാസ് സ്റ്റൗവും കത്തുമ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. മെഴുകുതിരി അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ കത്തുമ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. മൈക്രോഫോണിൽ നടക്കുന്ന മാറ്റം. മൈക്രോഫോണിൽ നടക്കുന്ന മാറ്റം ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം ശബ്ദപ്രകാശം താപമായി മാറുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം ശബ്ദം പ്രകാശം താപമായി മാറുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം ശബ്ദം പ്രകാശം താപമായി മാറുന്നു എന്ന് ഓർമ്മിക്കുക. ടെലിവിഷൻ വൈദ്യുതോർജ്ജം ശബ്ദം പ്രകാശം താപം. ടെലിവിഷൻ വൈദ്യുതോർജ്ജം ശബ്ദം പ്രകാശം താപം. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദം താപം ഗതികോർജ്ജമായി മാറുന്നു. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദം താപം ഗതികോർജ്ജം ആയി മാറുന്നു. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദം താപം ഗതികോർജ്ജം ആയി മാറുന്നു. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദം താപം ഗതികോർജ്ജം ആയി മാറുന്നു. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദം താപം ഗതികോർജ്ജം. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദം താപം ഗതികോർജ്ജം ആയി മാറുന്നു എന്ന് ഓർമ്മിക്കുക. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമായി മാറ്റുന്ന ഉപകരണം ഏത്? ശരിയായ ഉത്തരം ബാറ്ററി. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമായി മാറ്റുന്ന ഉപകരണം. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ബാറ്ററിയാണ്. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമായി മാറ്റുന്ന ഉപകരണം ബാറ്ററി ആണെന്ന് ഓർമ്മിക്കുക. ബാറ്ററിയിൽ നടക്കുന്നത് രാസപ്രവർത്തനമാണ്. ബാറ്ററിയിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുതോർജ്ജമായി മാറുന്നത്. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കും. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കും. മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കും. അത് കറങ്ങുകയല്ല ചെയ്യുന്നത്. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റും. മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റും. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ബാറ്ററി. ബാറ്ററിയിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുതോർജ്ജമായി മാറുന്നത്. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റും എന്ന് ഓർമ്മിക്കുക. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസം. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗത്ത് വ്യാപിക്കുന്ന പ്രതിഭാസം. ശരിയായ ഉത്തരം തരംഗചലനം. ശരിയായ ഉത്തരം തരംഗചലനം, വേവ് മോഷൻ. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസം തരംഗചലനം. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസം തരംഗചലനം അല്ലെങ്കിൽ വേവ് മോഷൻ. തരംഗചലനത്തിൽ ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കണികകൾ സ്ഥാനം മാറുന്നില്ല. തരംഗചലനത്തിൽ ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കണികകൾ സ്ഥാനം മാറുന്നില്ല. കണികകൾ മാധ്യമത്തിൽ തന്നെ കമ്പനം ചെയ്ത് ഊർജത്തെ അടുത്ത കണികകളിലേക്ക് മാറ്റുന്നു. കണികകൾ മാധ്യമത്തിൽ തന്നെ കമ്പനം ചെയ്ത് ഊർജത്തെ അടുത്ത കണികയിലേക്ക് മാറ്റുന്നു. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസമാണ്
തരംഗചലനം. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാവുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസമാണ് തരംഗചലനം. തരംഗചലനത്തിൽ ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കണികകൾ സ്ഥാനം മാറുന്നില്ല. കണികകൾ മാധ്യമത്തിൽ തന്നെ കമ്പനം ചെയ്ത് ഊർജത്തെ അടുത്ത കണികകളിലേക്ക് കൈമാറുന്നു. തരംഗങ്ങളെ പ്രധാനമായും എത്രയായി തിരിക്കാം? ഏതൊക്കെ? തരംഗങ്ങളെ പ്രധാനമായും എത്രയായി തിരിക്കാം? ഏതൊക്കെ? തരംഗങ്ങൾ രണ്ട് തരം: യാന്ത്രിക തരംഗങ്ങൾ മെക്കാനിക്കൽ വേവ്സും വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. തരംഗങ്ങളെ പ്രധാനമായും എത്രയായി തിരിക്കാം? രണ്ടായി തിരിക്കാം: യാന്ത്രിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. തരംഗങ്ങളെ രണ്ടായി തിരിക്കാം: യാന്ത്രിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ മെക്കാനിക്കൽ വേവ്സ്, വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. തരംഗങ്ങളെ പ്രധാനമായും എത്രയായി തിരിക്കാം? ഏതൊക്കെ? യാന്ത്രിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഉദാഹരണം ശബ്ദം. യാന്ത്രിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഉദാഹരണം ശബ്ദം. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് മാധ്യമം ആവശ്യമില്ല. ശൂന്യതയിലൂടെ സഞ്ചരിക്കും പ്രകാശം. തരംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട്: യാന്ത്രിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. യാന്ത്രിക തരംഗങ്ങൾക്ക് മെക്കാനിക്കൽ വേവ്സിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഉദാഹരണം ശബ്ദം. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് മാധ്യമം ആവശ്യമില്ല. ശൂന്യതയിൽ സഞ്ചരിക്കും പ്രകാശം. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് മാധ്യമം ആവശ്യമില്ല. ശൂന്യതയിലൂടെ സഞ്ചരിക്കും. ഉദാഹരണം പ്രകാശമാണെന്ന് ഓർമ്മിക്കുക. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി 90 ഡിഗ്രിയിൽ കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ ഏതാണ്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി 90 ഡിഗ്രിയിൽ കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ ഏതാണ്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി, അതായത് 90 ഡിഗ്രിയിൽ കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ ഏതാണ്? ശരിയായ ഉത്തരം അനുപ്രസ്ഥ തരംഗങ്ങൾ. ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ്. അനുപ്രസ്ഥ തരംഗങ്ങൾ. ട്രാൻസ്വേഴ്സ് വേവ്സ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി എന്ന് പറഞ്ഞാൽ കുത്തനെ 90 ഡിഗ്രിയിൽ കുത്തനെ കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് 90 ഡിഗ്രിയിൽ ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾ. ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ജലത്തിലെ തരംഗം, പ്രകാശം, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഇവയിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും കാണാം. ഇവയിൽ ശൃംഗങ്ങൾ, ക്രസ്റ്റും ഗർത്തങ്ങൾ കാണാം. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ജലത്തിലെ തരംഗം, പ്രകാശം, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഇവയിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും കാണാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിലെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗമാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ട്രാൻസ്വേഴ്സ് വേവ്സ്. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ജലത്തിലെ തരംഗം, പ്രകാശം, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഇവയിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും കാണാം. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ ഉത്തരം അഗസ്റ്റിൻ ഫ്രണൽ. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ അഗസ്റ്റിൻ ഫ്രണൽ. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ. പ്രകാശത്തിൻ്റെ ധ്രുവീകരണം, പോളറൈസേഷൻ വിശദീകരിച്ചുകൊണ്ടാണ് ഫ്രണൽ പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത്. അനുദീർഘ തരംഗങ്ങൾക്ക് ധ്രുവീകരണം സംഭവിക്കില്ല. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ. പ്രകാശത്തിൻ്റെ ധ്രുവീകരണം അല്ലെങ്കിൽ പോളറൈസേഷൻ വിശദീകരിച്ചുകൊണ്ടാണ് ഫ്രണൽ പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത്. അനുദീർഘ തരംഗങ്ങൾക്ക് ധ്രുവീകരണം സംഭവിക്കില്ല. ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ശരിയായ ഉത്തരം അനുപ്രസ്ഥ തരംഗങ്ങൾ. ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? അനുപ്രസ്ഥ തരംഗങ്ങൾ. ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾ. ഒരു തരംഗത്തിന്റെ തുലനസ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗം അറിയപ്പെടുന്നത്? ഒരു തരംഗത്തിന്റെ തുലനസ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗം അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ശൃംഗം അല്ലെങ്കിൽ തിരാശിഖരം, ക്രസ്റ്റ്. ഒരു തരംഗത്തിന്റെ തുലനസ്ഥാനത്ത് നിന്നും
ഉയർന്നു നിൽക്കുന്ന ഭാഗം അറിയപ്പെടുന്നത്. ഒരു തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗം ശൃംഗം അല്ലെങ്കിൽ തിര, ശിഖരം. ഒരു തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗം ശൃംഗം അല്ലെങ്കിൽ തിരാശിഖരം, ക്രസ്റ്റ്. തുലന സ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ് ഗർത്തം, ട്രോ. തുലന സ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ് ഗർത്തം. ഒരു ശൃംഗത്തിൽ നിന്ന് അടുത്ത ശൃംഗത്തിലേക്കുള്ള ദൂരമാണ് തരംഗദൈർഘ്യം. ഒരു ശൃംഗത്തിൽ നിന്ന് അടുത്ത ശൃംഗത്തിലേക്കുള്ള ദൂരമാണ് തരംഗദൈർഘ്യം. ഒരു തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ശൃംഗം അല്ലെങ്കിൽ തിര, ശിഖരം. ഒരു തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ശൃംഗം അല്ലെങ്കിൽ തിരാശിഖരം, ക്രസ്റ്റ്. തുലന സ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ് ഗർത്തം അല്ലെങ്കിൽ ട്രോ. തുലന സ്ഥാനത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്നത് ശൃംഗം അല്ലെങ്കിൽ തിരാശിഖരം. തുലന സ്ഥാനത്ത് നിന്ന് താഴ്ന്നു നിൽക്കുന്ന ഭാഗം ഗർത്തം അല്ലെങ്കിൽ ട്രോ. ഒരു ശൃംഗത്തിൽ നിന്ന് അടുത്ത ശൃംഗത്തിലേക്കുള്ള ദൂരമാണ് തരംഗദൈർഘ്യം. ഒരു ശൃംഗത്തിൽ നിന്ന് അടുത്ത ശൃംഗത്തിലേക്കുള്ള ദൂരമാണ് തരംഗദൈർഘ്യം. ഒരു തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ശരിയായ ഗർത്തങ്ങൾ അല്ലെങ്കിൽ തിരാതടം. ഗർത്തങ്ങൾ അല്ലെങ്കിൽ തിരാതടം. ഒരു തരംഗത്തിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ഗർത്തങ്ങൾ അല്ലെങ്കിൽ തിരാതടം. രണ്ട് തുടർച്ചയായ ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമോ രണ്ട് തുടർച്ചയായ ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമോ ആണ് തരംഗദൈർഘ്യം, വേവ് ലെങ്ത് ആയി കണക്കാക്കപ്പെടുന്നത്. രണ്ട് തുടർച്ചയായ ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമോ രണ്ട് തുടർച്ചയായ ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമോ ആണ് തരംഗദൈർഘ്യം ആയി കണക്കാക്കുന്നത്. രണ്ട് തുടർച്ചയായ ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമോ രണ്ട് തുടർച്ചയായ ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമോ ആണ് തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് ആയി കണക്കാക്കുന്നത്. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം അറിയപ്പെടുന്നത്. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ശരിയായ ഉത്തരം ആയതി അല്ലെങ്കിൽ വ്യാപ്തി, ആംപ്ലിറ്റ്യൂഡ്. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി അല്ലെങ്കിൽ വ്യാപ്തി, ആംപ്ലിറ്റ്യൂഡ്. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടാകുന്ന ഒരു നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി അല്ലെങ്കിൽ വ്യാപ്തി, ആംപ്ലിറ്റ്യൂഡ്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ആയതി അല്ലെങ്കിൽ വ്യാപ്തി, ആംപ്ലിറ്റ്യൂഡ്. ആയതി കൂടുന്തോറും തരംഗത്തിൻ്റെ ഊർജ്ജം കൂടും. ആയതി കൂടുന്തോറും തരംഗത്തിൻ്റെ ഊർജ്ജം കൂടും. ആയതിയുടെ SI യൂണിറ്റ് മീറ്ററാണ്. ആയതി അല്ലെങ്കിൽ വ്യാപ്തി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കൂടുന്തോറും തരംഗത്തിൻ്റെ ഊർജ്ജം കൂടും. ആയതി അല്ലെങ്കിൽ വ്യാപ്തി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കൂടുന്തോറും തരംഗത്തിൻ്റെ ഊർജ്ജം കൂടും. ആയതിയുടെ SI യൂണിറ്റാണ് മീറ്റർ. ആയതിയുടെ SI യൂണിറ്റാണ് മീറ്റർ. ഒരു തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി, വ്യാപ്തി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ആയതി കൂടുന്തോറും തരംഗത്തിൻ്റെ ഊർജ്ജം കൂടും. ആയതിയുടെ SI യൂണിറ്റാണ് മീറ്റർ. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ. ആംപ്ലിറ്റ്യൂഡിൻ്റെ SI യൂണിറ്റ് മീറ്റർ. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം അറിയപ്പെടുന്നത്. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം അറിയപ്പെടുന്നത് തരംഗത്തിൻ്റെ ഉയരം, വേവ് ഹൈറ്റ്. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം അറിയപ്പെടുന്നത് തിരാതടം എന്ന് പറഞ്ഞാൽ ഗർത്തവും തിരാശിഖരം ശൃംഗവും. തിരാതടം ഗർത്തം, തിരാശൃംഗം ശൃംഗവും ആണെന്ന് ഓർമ്മിക്കുക. അതിൻ്റെ ലംബദൂരം, അത് തമ്മിലുള്ള ലംബം, കുത്തനെയുള്ള ദൂരമാണ് ലംബദൂരം. കുത്തനെയുള്ള ദൂരമാണ് തരംഗത്തിൻ്റെ ഉയരം. കുത്തനെയുള്ള ദൂരമാണ് തരംഗത്തിൻ്റെ ഉയരം. തരംഗത്തിൻ്റെ ഉയരം 2x ആയതി. തരംഗത്തിൻ്റെ ഉയരം 2x ആയതി, ആംപ്ലിറ്റ്യൂഡ്. തരംഗത്തിൻ്റെ ഉയരം 2x ആംപ്ലിറ്റ്യൂഡ്. അതായത് തുലന സ്ഥാനത്ത് നിന്ന് ശൃംഗത്തിലേക്കുള്ള ദൂരത്തിൻ്റെ ഇരട്ടിയാണ് തിരാതടവും ശിഖരവും തമ്മിലുള്ള ദൂരം. അതായത് തുലന സ്ഥാനത്ത് നിന്ന് ശൃംഗത്തിലേക്കുള്ള ദൂരത്തിൻ്റെ ഇരട്ടിയാണ് തിരാതടവും ശിഖരവും തമ്മിലുള്ള ദൂരം എന്ന് ഓർമ്മിക്കുക. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത് ശരിയായ ഉത്തരം തരംഗദൈർഘ്യം, വേവ് ലെങ്ത്. അതിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ്. അതിൻ്റെ ചിഹ്നം Y തിരിച്ചിട്ട പോലത്തെ ഒരു ചിഹ്നമാണ്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത് തരംഗദൈർഘ്യം. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത് തരംഗദൈർഘ്യം, വേവ് ലെങ്ത്. ഒരു പൂർണ്ണ തരംഗം ഉൾക്കൊള്ളുന്ന ദൂരം കൂടിയാണ് തരംഗദൈർഘ്യം. ഒരു പൂർണ്ണ തരംഗം ഉൾക്കൊള്ളുന്ന ദൂരം കൂടിയാണ് തരംഗദൈർഘ്യം. രണ്ട് തുടർച്ചയായ ശൃംഗങ്ങൾ തമ്മിലോ ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലമായും ഇതിനെ പറയാം. രണ്ട് തുടർച്ചയായ ശൃംഗങ്ങൾ തമ്മിലോ ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലമായും ഇതിനെ പറയാം. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ്
മീറ്ററാണ്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത്. ഒരേപോലെ കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം ആണ് തരംഗദൈർഘ്യം. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അകലമാണ് തരംഗദൈർഘ്യം. ഒരു പൂർണ്ണ തരംഗം ഉൾക്കൊള്ളുന്ന ദൂരം കൂടിയാണ് തരംഗദൈർഘ്യം. രണ്ട് തുടർച്ചയായ ശൃംഖങ്ങൾ തമ്മിലോ ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമായും ഇതിനെ പറയാം. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. മീറ്ററാണെന്ന് ഓർമ്മിക്കുക. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത് തരംഗദൈർഘ്യം. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. രണ്ട് തുടർച്ചയായ ശൃംഖങ്ങൾ തമ്മിലോ ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമായും തരംഗദൈർഘ്യത്തെ പറയാം. പൂർണ്ണ തരംഗം ഉൾക്കൊള്ളുന്ന ദൂരം കൂടിയാണ് തരംഗദൈർഘ്യം. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.